ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത് സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്. നല്ല ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ സ്നാക്കാണ്. ബട്ടർഫ്ലൈ ചിക്കനാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. കുട്ടികൾക്കും ഒക്കെ നല്ല ഇഷ്ടമാവും ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ, എല്ലില്ലാത്ത ചിക്കൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇങ്ങനെ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ പീസാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതിലേക്കൊരു 2 ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 ടീസ്പൂണാണ് കുരുമുളക് പൊടി എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ, ഒരു 150 ഗ്രാം ഏകദേശം വരുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഇതാ സോയാ സോസ് ആണ് കേട്ടോ. 1 ടീസ്പൂൺ സോയാ സോസ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ചിക്കനിലെല്ലാം കഴുകി വാർത്തെടുത്ത് ചിക്കനിലെല്ലാം ഉണ്ടാവും ചെറിയൊരു നനവ്. പിന്നെ സോയാ സോസും ഒക്കെ ചേർക്കുന്നതല്ലേ. പിന്നെ സോയാ സോസിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവും, അതിനനുസരിച്ച് വേണം കേട്ടോ ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അത് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് എടുക്കാം. തൊലി കളഞ്ഞിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് എടുക്കുക. കട്ടിയില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു സ്ലൈസർ. അപ്പോൾ നിങ്ങളുടെ കൈ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കട്ടിയില്ലാണ്ട് കിട്ടണം. ഓക്കെ. പിന്നെ നമുക്കൊരു മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഇതിൽ നന്നായിട്ട് തന്നെ കട്ടില്ലാണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് 2 എന്ന് പറഞ്ഞില്ല, അത് 2 മുഴുവനായിട്ട് ആവശ്യമായിട്ട് വരില്ല കേട്ടോ. ഈ ഒരു അളവ് ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇതിൽ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ 2 3 നമ്മൾ എത്രയാണോ എടുക്കുന്നതനുസരിച്ച് ഉരുളക്കിഴങ്ങും എടുത്താൽ മതി. ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ചെറുതായിട്ട് കുറച്ച് മതി, ഒരു നുള്ളു ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഓരോ പീസ് ഉരുളക്കിഴങ്ങും ഈ ഒരു കോൺഫ്ലവർ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പശയൊക്കെ ഒന്ന് പോയി കിട്ടും. എന്നിട്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു പീസ് ചിക്കൻ വെച്ചിട്ട് ആ ഒരു ചിക്കനിലും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിലും ഇങ്ങനെ ഒരു ടച്ച് ചെയ്യുന്ന രീതിയിൽ ആ ചിക്കൻ്റെ സെൻട്രലിലൂടെ ഒരു ടൂത്ത് പിക്ക് കുത്തി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ കുത്തി കൊടുക്കുക കേട്ടോ. 3 പോർഷനും കൂടി മടക്കിയ ഭാഗവും അതുപോലെ സെൻറ്ററിൽ ചിക്കനും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു കുത്തി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കംപ്ലീറ്റ് ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്രൈ എടുക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് ഓയിൽ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് അതിലിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നമ്മുടെ ഈ ചിക്കനൊക്കെ കുക്കായി വരാൻ വേണം. അപ്പോൾ ആ രീതിയിൽ, അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട ചിക്കൻ ശരിക്കും കുക്കായി വരില്ല. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ചിക്കനൊക്കെ പൊരിക്കില്ലേ, ആ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് നമുക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. പുറത്തേക്ക് നമ്മൾ കോൺഫ്ലവറിൽ ഡിപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പിയാണ്. കുറച്ച് സമയം കഴിഞ്ഞാലും അത് തണുത്ത് പോകുന്നില്ല കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഉള്ളിലുള്ള ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് ആയാലും അതുപോലെ പുറത്തേക്ക് കുട്ടികളൊക്കെ ഇത് കഴിക്കുമ്പോൾ ലെയ്സിൻ്റെ ഉള്ളിൽ ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കഴിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാവും. എന്തായാലും ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാനും പറ്റും. അല്ലെങ്കിൽ അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടറായിട്ടൊക്കെ നമുക്കിത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്